അപ്പോൾ വെൽക്കം ബാക്ക് ടു ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ടീഷർട്ട് പ്രിൻ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റാണ് ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ വൺ. ബട്ട് എങ്ങനെയാണ് ഞാൻ ആ ഐഡിയയിലേക്ക് എത്തിയത് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസോമെട്രിക് ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെയാണെങ്കിൽ കുറേ ഇല്ലസ്ട്രേഷൻസ് നമുക്ക് കാണാം. അങ്ങനെ ഏസോമെട്രിക് ഇല്ലസ്ട്രേഷൻ തീം എടുത്തിട്ട് അതിനെ ഇങ്ങനെ ലവായിട്ട് കണക്ട് ചെയ്ത് ഒരു പ്രിൻ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ ക്രിയേറ്റീവ് പോയി ഞാൻ ഓരോ ലെയറിലും ഓരോ ഡിസൈനും ഞാൻ ലെയർ ചെയ്ത് വന്നു. ആൻഡ് ഇത് അതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്. ആദ്യം ഞാൻ ഒരു പെർസ്പെക്റ്റീവ് ഈസോമെട്രിക് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ പോലത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത്. ആൻഡ് ഐ തോട്ട് ഓക്കെ അതെങ്ങനെയായിരിക്കും ഒരു ലവ് എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിൽ പേരിൽ ഒതുക്കുന്ന രീതിയിൽ അതെങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത രീതി. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ഫൈനലി കം അപ്പ് വിത്ത് ദ ഡിസൈൻ. ഇങ്ങനെയാണ്. ആൻഡ് ദിസ് ഇസ് ഹൗ ഇലസ്ട്രേഷൻ നമുക്ക് ക്രിയേറ്റിൽ ചെയ്താൽ നമുക്ക് എങ്ങനെ ടീഷർട്ട് പ്രിൻറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു ടീഷർട്ട് പ്രിൻറ്റിലേക്ക് പോവാം. ബ്ലാക്ക് ടീഷർട്ടാണ് ഞാൻ പ്രിൻറ്റ് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് അവൈലബിൾ ടു ബൈ ആക്ച്വലി. നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാം. ഇതിപ്പോൾ ഉള്ളത് ലേഡീസ് സൈസാണ്, ലാർജാണ് എൻ്റെ കയ്യിലുള്ളത്. ഐ ക്യാൻ കസ്റ്റമൈസ് ഇറ്റ് അക്കോർഡിംഗ് ടു യുവർ സൈസ്. ആൻഡ് ഇത് ഒരു കൺസെപ്റ്റ് ഞാൻ എങ്ങനെ ടീഷർട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തത്. ബാക്കും ഫ്രണ്ടും വ്യത്യാസമുണ്ട്. ബാക്കിൽ എന്ന് പറയുന്നത് ആ ഒരു ലവ് എന്ന് എഴുതിയത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് എ ക്യാൻഡി. നമ്മൾ ക്യാൻഡി ഒക്കെ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക ഒരു കളർ സ്വാച്ചാണ് ഞാൻ എടുത്തത്. ആൻഡ് ഞാൻ അതിനെ നോട്ട്ബുക്കായിട്ട് ഡിസൈൻ ചെയ്തു. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ഞാൻ അത് ഐ എം ലൈക്ക് സെല്ലിങ് ഇറ്റ് ഔട്ട്. സോ യു ക്യാൻ ഓർഡർ ദാറ്റ് ഓൾസോ. ആൻഡ് എങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്യണത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ പോസ്റ്റലായിട്ട് അയക്കുന്നത്? ദിസ് ഇസ് ഹൗ ഐ എം പോസ്റ്റൽ ഇറ്റ് ഔട്ട്. എനിക്ക് പോസ്റ്റൽ ബോക്സ് ഉണ്ട്. ബോക്സിലിട്ടിട്ട് ചെയ്യാം കൊറിയർ. അതിന് ഡിഫറെൻറ്റ് പ്രൈസിങ് ആണ്. അതർവൈസ് എൻവലപ്പ് വഴി എൻവലപ്പിൽ രീതിയിൽ ചെയ്യുകയും ചെയ്യാം. അതും ഒരു ഡിഫറെൻറ്റ് പ്രൈസിങ് ആണ് പാക്കേജിങ് ഡിസൈനിൽ. അപ്പോൾ ദിസ് ഇസ് ഹൗ ദ വീഡിയോ എങ്ങനെയാണ് ടീഷർട്ട് പ്രിൻ്റൊക്കെ ചെയ്യണേ. I hope you like the video. Until next time, thank you for joining me.